ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് വ്യൂസ് സ്റ്റക്ക് ആകുന്നു എന്നുള്ളത്. വീഡിയോയ്ക്കാണെങ്കിലും ഷോർട്സിനാണെങ്കിലും വ്യൂസ് സ്റ്റക്ക് ആകുന്നുണ്ട് എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ വീഡിയോന്റെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്റെ വീഡിയോന് വ്യൂസ് സ്റ്റക്കായി നിൽക്കുന്നുണ്ട് ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ ഒരുപാട് കമന്റുകൾ കാണാൻ പറ്റും. അപ്പൊ ഏകദേശം എല്ലാവർക്കും സ്റ്റക്കായി പോകാറുണ്ടല്ലേ. അപ്പൊ നമ്മുടെ വീഡിയോന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് സ്റ്റക്ക് ആവുന്ന ലെവല് മാറൂലേ. ചിലവരുടെ ചിലപ്പോ ഒരു 10 മിനിറ്റ് ഉള്ള വീഡിയോ ആണെങ്കിൽ 2 മിനിറ്റ് കഴിഞ്ഞതും സ്റ്റക്ക് ആകും. ചിലപ്പോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റക്ക് ആകാറുണ്ടല്ലേ. അതിന്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. വീഡിയോ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അനലിറ്റിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓഡിയൻസ് റീറ്റെൻഷൻ കുറയുമ്പോഴാണ് നമ്മുടെ വ്യൂസ് സ്റ്റക്ക് ആവുന്നത് കേട്ടോ. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്സ് ആണെങ്കിൽ ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടെ കണ്ടുകൊണ്ടേ ഇരിക്കൂലെ. എന്തെങ്കിലും അതിൽ കുളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം കാണാൻ വേണ്ടിയിട്ടില്ലേ. അപ്പോ ഫസ്റ്റ് ഒരു ക്ലൂ തരും, അവസാനം അതിന്റെ മുഴുവനായിട്ട് സംഭവം എന്താണെന്ന് കാണിക്കല്. അങ്ങനെയുള്ള ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ. അടുത്തത് എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഇങ്ങനെ നീട്ടി വലിച്ച് അതിലൊരു എന്താ പറയാ ഹുക്കും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ത്രില്ലും ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല അല്ലെ. പെട്ടെന്ന് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസും ഷോർട്സും ആണ് എന്താ പറയാ സ്റ്റക്ക് ആവുന്നത്. ഇപ്പൊ നമുക്ക് ഒരു 7 സെക്കൻഡ് അല്ലെങ്കിൽ 8 സെക്കൻഡ് ഉള്ളൊരു ചെറിയൊരു ഷോർട്സ് ആണെങ്കിൽ അതിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് പെട്ടെന്ന് എന്താ പറയാ കാര്യം പറയുന്നുണ്ടെങ്കിൽ കാണാൻ ഒരുപാട് പേരുണ്ടാവും. ഒരു മിനിറ്റിന്റെ അല്ലെങ്കിൽ ഒരു 40 സെക്കൻഡിന്റെ ഷോർട്സ് ആണെങ്കിൽ നീട്ടി വലിച്ചിങ്ങനെ പറയാന്ന് വെച്ചാല് ചിലപ്പോൾ കാണാൻ ആളുണ്ടാകില്ല. ഇൻട്രസ്റ്റ് ആയിട്ട് പറയാന്ന് വെച്ചാൽ കാണാൻ ഒരുപാട് പേരുണ്ടാവില്ലേ. ഈ വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കുറെ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഓടുകൂടി ഇങ്ങനെ ഓരോ ക്യൂരിയോസിറ്റി വെച്ചിട്ട് പറയാറുണ്ടല്ലേ. അപ്പൊ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പൊ വ്യൂസ് സ്റ്റക്കായി പോകില്ല, മാക്സിമം സ്റ്റക്ക് ആകാതെ ഓടൂല. അല്ലാതെ ഈ ക്യൂരിയോസിറ്റി ഒന്നും ഇല്ല. പെട്ടെന്ന് നമുക്ക് മടുപ്പ് തോന്നുന്ന ഷോർട്സും വീഡിയോസ് ഒക്കെയാണ് സ്റ്റക്കായി പോകുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് സെലക്ട് ചെയ്യുക കേട്ടോ. ചിലർക്ക് ഏത് ടോപ്പിക് സെലക്ട് ചെയ്യാം എന്നൊന്നും അറിയത്തില്ല. വെറുതെ കുറെ ടോപ്പിക്കുകളായിട്ട് പോകും. തുടക്കക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏത് ടോപ്പിക് ഇട്ടാലാണ് വൈറലാവുക എന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ പല പല ടോപ്പിക് ഇടും. ഞാനും ആദ്യമൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ നിങ്ങളെ കുറ്റം പറയല്ല കേട്ടോ, എല്ലാവരും അങ്ങനെ തന്നെ. അപ്പൊ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ. എന്താ പറയാ യൂട്യൂബിലാണെങ്കിലും അതുപോലെ പല സോഷ്യൽ മീഡിയന്റെ രംഗത്തും അല്ലെ. ഉദാഹരണം പറയുക വെച്ചാൽ എ കൊണ്ടുള്ള കളിയാണ്. എല്ലാവരുടെയും ഒറിജിനാലിറ്റി തോന്നിക്കുന്ന വീഡിയോസ് ആണ് ഇപ്പൊ എ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാവരും. അപ്പൊ നമുക്ക് ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും കേട്ടോ. അതിന് നമുക്ക് ഡോളറൊക്കെ കിട്ടും. എ വെച്ചിട്ട് ചെയ്താലും തമ്മിലാണെങ്കിലും അതേപോലെ വീഡിയോ ആണെങ്കിലും എന്ത് ചെയ്താലും നമുക്ക് കിട്ടും കേട്ടോ. യൂട്യൂബ് തന്നെ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് എന്താ പറയാ അപ്ലോഡ് ചെയ്യുന്നവിടെ തന്നെ എന്റെ ചിഹ്നം വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ചിലർക്ക് ഇപ്പോ ചിലപ്പോ പേടിയായിരിക്കും. എ വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞാല് ചിലപ്പോ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആകുമോ, നമുക്ക് ഡോളർ കിട്ടുമോ എന്നൊക്കെ അല്ലെ. അങ്ങനെയൊന്നും പേടിക്കേണ്ടതില്ല. ഓൾട്ടേഡ് കണ്ടന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്താൽ മതി എ വെച്ചിട്ടാണെങ്കിൽ. അല്ലാതിരുന്നാൽ സാധാരണ അതുപോലെ കൊടുക്കാം. എ അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ നോന്ന് കൊടുക്കുക. എ ആണെങ്കിൽ എസ് എന്ന് കൊടുക്കുക. അത്രമാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഡോളർ കയറും. നമുക്കിപ്പോ തമ്പനിയിലാണെങ്കിലും ചാറ്റ് ജിപിടിയും ജെമിനിയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് കണ്ടന്റ് ആയിട്ട് ഉൾപ്പെടുത്തില്ല. അത് എന്തായാലും തമ്പനിയിലാണല്ലോ. അപ്പൊ നമുക്ക് ഓൾട്ടേഡ് കണ്ടന്റിൽ ഉൾപ്പെടുത്തണമെന്നില്ല. തമ്പനിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. മനസ്സിലായോ? അതില് നമുക്ക് പ്രശ്നമൊന്നും വരത്തില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് കമ്പനിയിൽ മാത്രം കൊടുക്കുക. അപ്പൊ നമ്മൾക്ക് ടോപ്പിക്ക് നല്ലതാണെങ്കിൽ ഒന്ന് വൈറലായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എന്താ പറയാ താല്പര്യം നമുക്ക് ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ നിന്ന് എന്താണ് കിട്ടുക എന്നതാണ് അല്ലെ. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങളും വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട് അല്ലെ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗ്സ് മാത്രം കാണുന്നവര് അതിങ്ങനെ ഇൻട്രസ്റ്റോട് കൂടി കാണാൻ ഇഷ്ടമുള്ളവർ കാണും. അല്ലാതെ എന്തെങ്കിലും വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവർ വീഡിയോ കാണത്തുള്ളൂ അല്ലെ. അതുപോലെ തന്നെയാണ് എല്ലാവരും. നമ്മൾ എങ്ങനെയാണോ നമുക്ക് മറ്റുള്ള വീഡിയോകളൊക്കെ കാണാൻ തോന്നുന്നത് അങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കണം നമ്മളും അപ്ലോഡ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ വൈറലാകത്തുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്, മുമ്പ് വൈറ്റി സ്റ്റുഡിയോയിൽ എക്സ്പ്ലോർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഹൈ ഇൻട്രസ്റ്റ്, ലോ ഇൻട്രസ്റ്റ്, മീഡിയം ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല വൈറലായ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോ വൈറ്റി സ്റ്റുഡിയോയിലെ എക്സ്പ്ലോറിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ആണോ അല്ലയോ എന്ന് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ.
നമ്മുടെ ഓഡിയൻസിന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹൈ ഇൻട്രസ്റ്റ് എന്ന് കാണിക്കും. കുറച്ച് പേർക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മീഡിയം ഇൻട്രസ്റ്റ് എന്ന് കാണിക്കും. ഇൻട്രസ്റ്റേ ഇല്ലെങ്കിൽ ലോ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അതാണ് എക്സ്പ്ലോർ ടോപ്പിക്കിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് അല്ലെ. അത് കൂടാതെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങള് യൂട്യൂബ് ഡാഷ്ബോർഡിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിനെ എന്താ പറയാ കറക്റ്റ് ആയിട്ട് മുതലെടുക്കണം, എങ്കിൽ മാത്രം നമ്മൾക്ക് നമ്മുടെ വീഡിയോ വൈറലാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോ എല്ലാ ട്രിക്കും ടിപ്സും എല്ലാം നമുക്ക് യൂട്യൂബ് തന്നെ നമുക്ക് തരുന്നുണ്ട് നമ്മുടെ വീഡിയോ വൈറലാകാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ. പലരും അറിയുന്നില്ല എന്നതാണ് സത്യം. അതിനായിട്ട് നമ്മൾ ക്രോം ഓപ്പൺ ചെയ്ത് വൈറ്റി സ്റ്റുഡിയോ ഡാഷ്ബോർഡ് ഡെസ്ക്ടോപ്പ് മോഡിലാക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. എങ്കിൽ മാത്രമേ കാണത്തുള്ളൂ, അല്ലാതിരുന്നാൽ കാണത്തില്ല. അപ്പൊ ഞാൻ വൈറ്റി സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക കേട്ടോ. അപ്പോ ഓപ്ഷൻ എവിടെയാണ് കാണിക്കുന്നത്, എങ്ങനെയാണ് യോട് സജഷൻ ചോദിക്കേണ്ടത്, മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ എന്നൊക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 100-ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ കാണണം കേട്ടോ. തുടക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോയിട്ട് യോട് ചോദിക്കാം. ഓക്കെ, ഞാൻ എന്റെ വൈറ്റി സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോപ്പിലായിട്ട് ആസ്ക് സ്റ്റുഡിയോ അല്ലെങ്കിൽ ന്റെ ചിഹ്നം കാണും, കണ്ടില്ലേ? അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സജസ്റ്റ് ന്യൂ വീഡിയോ ഐഡിയാസ്, സമ്മറൈസ് മൈ ചാനൽ പെർഫോമൻസ്, മോർ സജഷൻ, പിന്നെയും കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ മോർ സജഷനിലാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എങ്ങനെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്താൽ വൈറലാക്കാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിലാക്കി തരാൻ പറയാൻ പറ്റും കേട്ടോ. എന്നോട് പറഞ്ഞതൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനപ്രിയ വീഡിയോകൾ തിരഞ്ഞെടുക്കുക, ട്രെൻഡിങ് ടോപ്പിക്സ് നോക്കിയിട്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഓഡിയൻസ് റീറ്റൻഷനുള്ള ടോപ്പിക്സ് തിരഞ്ഞെടുക്കുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ചാനൽ ടോട്ടലായി വിലയിരുത്തിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വൈറലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ചെയ്യേണ്ടത് എന്ന ഡൗട്ടോട് കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ യോട് സജഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. ഏത് തരത്തിലുള്ള വീഡിയോകൾ ചെയ്താൽ നമ്മുടെ ചാനൽ വൈറലാക്കാൻ പറ്റും, എങ്ങനെയുള്ള ഷോർട്സ് ചെയ്യണം, എത്ര സെക്കൻഡുള്ള ഷോർട്സ് ചെയ്യണം, എത്ര ലെങ്ത് കൂടിയ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ. നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ക്രമപ്പെടുത്തിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. കൺസിസ്റ്റൻസി തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോക്ക് റീച്ച് കിട്ടത്തില്ല കേട്ടോ. അതെനിക്ക് നല്ലൊരു അനുഭവമാണ്. കാരണം നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ആകണമെന്നില്ല. ഓൾട്ടേർഡ് ഡേയ്സിലാണെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ട് ടൈമിംഗ് ഒരേ ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഡൗൺ ആയി പോകുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒരേ ടൈമിൽ കീപ്പ് ചെയ്തുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അല്ലാതെ ഓൾട്ടേർഡ് ഡേയ്സിലാണെങ്കിലും ഒരേ ടൈമിൽ കീപ്പ് ചെയ്യാൻ നോക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.